തഫ്സീറുൽ ഖുർത്തുബിയിൽ അദ്ദേഹം വിശദീകരിക്കുന്ന കാണാം, വഖാല ഇബ്നു അബ്ബാസ് അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ ഫമാ അലാ ഹാദാ ബിമഅനാ മൻ. ഇനി മാറി മന്നായാൽ വസീലത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കണം, അത് കിട്ടൂല. മാ എന്നത് മാറിയിട്ട് മന്നായാൽ അവിടെ എന്ത് കിട്ടും? ഇങ്ങനെ ഒരു വാദം കൂടി കിട്ടും എന്ന് മനസ്സിലാക്കുന്നവർ പഠിച്ചു വെക്കണം. ഇല്ല, പിന്നെന്താ അതിൽ നിന്ന് കിട്ടുന്ന വാചകം? അദ്ദേഹം രേഖപ്പെടുത്തുന്നു, ആദിഹിൽ ആയത്തു തൂജിബുൽ വഖഫ ഫീ ജമീഇൽ കുഫർ വമഅനാ ദാലിക അന്നഹാ തൂജിബുൽ വഖഫ ഫീ മൻ ലം യമുത് ഇദ് ഖദ് യുസ്ലിമു. ഇതാണ് ഖുർത്തുബി പറഞ്ഞ വാക്ക്. ഇത് കാഫിറുകളായ അവിശ്വാസികളായ ആളുകൾക്ക് മുഴുവനും ബാധകമാണ്. അവരുടെ മേൽ ബാധകമാണിത്. അവരൊരിക്കലും സ്വർഗത്തിലേക്ക് എത്തില്ല, അവർ ശാശ്വതരാണ്. എന്നാൽ ഇന്ന് മരിക്കാതെ ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നീട് മുസ്ലിമാകും. അങ്ങനെ വരുമ്പോൾ ഇസ്തിസ്നാ ഒഴിവായി മാറും. കാരണം ഇസ്തിസ്നാ വന്നു, കാരണം ഇപ്പോൾ അവർക്ക് ഇസ്തിസ്നാ ഇല്ല, എന്നാൽ പിന്നീട് അവർ ഇസ്തിസ്നായിലേക്ക് വരും. ഇതാണ് വിഷയം. എന്നാൽ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന വാക്ക് എന്താ അറിയോ? അവസാനിപ്പിക്കുമ്പോൾ പറയാൻ വർത്താനം, അള്ളാഹിൻ്റെ ഖുർആനിൽ നസ്സായ ഒരു കാര്യം കണ്ട് പറഞ്ഞ് അത് വിശദീകരിച്ച് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് കടന്നു വേറെ വാക്കുകളും വർത്തമാനങ്ങളിലേക്കൊന്നും പോകണ്ട. അല്ല പറഞ്ഞു, ഖാലന്നാറു മസ്വാക്കും ഖാലിദീന ഫീഹാ ഇല്ലാ മാ ശാ അല്ലാഹ് എന്ന് അല്ല പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മശീഅത്ത് അള്ളാഹുവിന് വിട്ടുകൊടുക്കുക, ചർച്ച ചെയ്യേണ്ട. ആ മശീഅത്ത് എന്താണെന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ, അവന് വിട്ടുകൊടുത്തേക്ക്. അവിടെ മശീഅത്തിൽ ആ മായ മന്നാകുമ്പോൾ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുട്ടിക്കരണം മറിഞ്ഞിങ്ങനൊക്കെ വാദിച്ച് ജയിച്ചുണ്ടാക്കേണ്ട എന്തിനാണ് സഹോദരങ്ങളെ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകൂലേ? അള്ളാഹുവിൻ്റെ ആയത്തിൽ എൻ്റെ വക എന്തെങ്കിലും ഒരു ദുർന്യായം, ഒരു അഭിപ്രായം വന്നു പോയിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. മൻ ഫസ്സറൽ ഖുർആന ബിറഈഹി ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ എന്നല്ലേ ഖുർആൻ ഒരായത്തിൽ, ഒരു കഷ്ണത്തിൽ എവിടെങ്കിലും ഒന്ന് എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ കുത്തിക്കയറ്റിയാൽ, എൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് ഖുർആൻ ഞാൻ വ്യാഖ്യാനിച്ചാൽ നാളെ റബ്ബിൻ്റെ അടുത്ത് എനിക്ക് നരകമല്ലേ? എന്തിനാണ് സഹോദരങ്ങളെ? ഇത് വളരെ ഗൗരവതരമുള്ള വിഷയമല്ലേ? അപ്പോൾ ഒന്ന് ഇരുന്ന്, ഇപ്പോൾ ഇവിടം വരെ എത്തിയില്ലേ? ഗായിബാണെങ്കിലും മയ്യത്താണെങ്കിലും മൊത്തം ശിർക്ക്. ഓക്കെ, എന്നാൽ ബാക്കിയും കൂടെ ഇങ്ങോട്ട് വന്ന് അതൊന്ന് പൂർത്തിയാക്കൽ കഴിഞ്ഞില്ലേ? എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രശ്നം? എത്ര ഭംഗിയാണ് പണ്ഡിതന്മാരൊന്ന് കൂടിയിരുന്ന് ഒന്നുകൂടി ചർച്ച ചെയ്യാൻ, മന്ത്രിമാരൊക്കെ കൂടിയിരുന്നിട്ടൊരു സൗഹൃദ ചർച്ച നടത്തട്ടെ. സ്ഥിരമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് സംസാരിച്ചാൽ, അങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ, ഇങ്ങനെ പരിശോധിച്ചാൽ കിതാബുകളുടെ വാചകങ്ങൾ പരസ്പരം വായിച്ചും മനസ്സിലാക്കിയും അതെന്താണ് പറഞ്ഞത്, അതങ്ങനെയല്ല ഇങ്ങനെയാണ്, എനിക്കൊരബദ്ധം പറ്റി അല്ലെങ്കിൽ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്നതിൽ ആർക്കും ഖേദപ്രകടനത്തിന് ആവശ്യമില്ലല്ലോ. തെറ്റുപറ്റിയതാണ്, ആ തെറ്റുപറ്റിയതെങ്കിൽ തെറ്റുപറ്റിയെന്ന് പറയാം, അത്രേ ഉള്ളൂ. നമ്മളെക്കാൾ എത്രയോ വലിയ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ അവർക്ക് പറ്റിയ തെറ്റ് അവർ തെറ്റാണെന്ന് അവർ സമ്മതിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അതിരുന്ന് ചർച്ച ചെയ്ത് വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ സംഗതി കഴിഞ്ഞു. പക്ഷെ ഇവിടെ നടക്കാത്തതും എന്താണെന്നറിയുന്നില്ല. ഈ വിഷയത്തെ ഇത്രയും ഗൗരവതരമായൊരു വിഷയമുണ്ടായിട്ട് പോലും അതിനെ ആ ഗൗരവത്തിൽ കാണാൻ ആളുകൾ സന്നദ്ധരാകുന്നില്ല എന്നത് വല്ലാത്ത അപകടകരമായൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ജിന്നുകളുമായി ബന്ധപ്പെട്ട വിഷയം, അതിനെ സംബന്ധിച്ച് ജംഇയ്യത്തുൽ ഉലമ എന്താണോ പറഞ്ഞത് അതിനപ്പുറത്തേക്കൊരു വാചകം പറയാനുള്ള പ്രാമാണികമായ അടിത്തറ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ വിഭാഗത്തിലെ ഒരു പണ്ഡിതനും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. കാരണം ആ പണ്ഡിതന്മാർ കൂടി തീരുമാനിച്ചതാണ് ഇവിടെ വാദമായി അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ
പിന്നെ വിഷയമായി കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്.